ഏകദേശം 4 മാസത്തോളമായി നീണ്ടുനിന്ന പശ്ചിമേഷ്യൻ സംഘർഷത്തിന് തിരശീല വീണതോടുകൂടി തന്നെ വമ്പൻ പ്രഖ്യാപനമാണ് ഇപ്പോൾ ട്രംപ് ആകട്ടെ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ തന്നെ നടത്തിയിരിക്കുന്നത്. ലോകത്തിലെ കപ്പലുകളെ അവിടെ നിന്നും എഞ്ചിനുകൾ പ്രവർത്തിച്ചു തുടങ്ങിക്കോളൂ എന്ന ആഹ്വാനമാണ് ഇപ്പോൾ ഇവിടെ കൂടുതലായി തന്നെ ലോക ശ്രദ്ധ ആകർഷിക്കുന്നത്. അതായത് പൂർണ്ണമായും ഹോർമൂസ് കടലിടുക്ക് തുറന്നു നൽകുന്നു എന്നതിന്റെ ഒരു സൂചന കൂടിയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. എന്നാൽ ഇറാൻ അവിടെ ഒന്നും കാണാതെ ഒരു യുദ്ധം അവസാനിപ്പിക്കാനുള്ള കടലാസിൽ ഒപ്പിടില്ല എന്നതാണ് വാസ്തവം. ഇതിനു പിന്നിൽ മറഞ്ഞിരിക്കുന്ന മറ്റെന്തെങ്കിലും തരത്തിലുള്ള പദ്ധതികൾ ഇറാന്റെ പക്കൽ ഉണ്ടോ എന്നതും ഇവിടെ ഒരു ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുകയാണ്. കാര്യങ്ങൾ ഏറെക്കുറെ സമവായത്തിലേക്ക് എത്തിയെങ്കിൽ പോലും ഇവിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആകട്ടെ അദ്ദേഹം അത്ര തൃപ്തനല്ല എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കാരണം ഇറാനെ ഇല്ലാതാക്കാതെ ഇവിടെ ജൂതപ്പട ഒരു നിമിഷം പോലും അടങ്ങിയിരിക്കില്ല എന്നൊരു പ്രഖ്യാപനം ഇതിനു മുൻപേ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ അതിനുള്ള തന്ത്രങ്ങൾ അവിടെ അണിയറയിൽ ആവിഷ്കരിക്കുകയായിരുന്നു നെതന്യാഹു എന്ന റിപ്പോർട്ടുകൾ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ സമാധാന കരാറിൽ ഇറാനും യുഎസും ഒപ്പുവെക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. എന്നാൽ ഇത് മാത്രമല്ല, ട്രംപും നെതന്യാഹുവും തമ്മിൽ വളരെ വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ ഒരു വിഷയത്തിൽ, ഇറാന്റെ ആണവ വിഷയത്തിൽ പോലും ഉടലെടുത്ത സാഹചര്യത്തിൽ ഇതിനി ഇറാന്റെ മേൽ നെതന്യാഹു വലിയ ആക്രമണങ്ങൾ നടത്താനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ സാധിക്കില്ല എന്നതാണ് മറ്റൊരു വസ്തുത. അതായത് ഇനി മുതൽ ഇവിടെ വലിയ രീതിയിൽ നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഇറാനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നതും സംശയമില്ല എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ഇറാനുമായുള്ള സമാധാന കരാർ പൂർത്തിയായി എന്ന പ്രഖ്യാപനത്തിന് പിന്നാലെയായിരുന്നു ലോകത്തിലെ കപ്പലുകളെ എഞ്ചിനുകൾ പ്രവർത്തിച്ചുകൊള്ളൂ അല്ലെങ്കിൽ അതിൽ പ്രവർത്തിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കൊള്ളൂ എന്ന US പ്രസിഡന്റിന്റെ ആഹ്വാനം പുറത്തുവരുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലായിരുന്നു അദ്ദേഹം ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ഇറാനും യുഎസും തമ്മിൽ സമാധാന കരാറിൽ ധാരണയിലെത്തിയെന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഇക്കാര്യം ശരിവെച്ചുകൊണ്ട് ട്രംപും രംഗത്ത് വന്നത്. ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കുമായുള്ള കരാർ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഹോർമൂസ് കടലെടുക്ക് അവിടെ ടോൾ ഇല്ലാതെ തന്നെ തുറന്നു കൊടുക്കാൻ ഞാൻ ഇതിനാൽ തന്നെ പൂർണ്ണ അധികാരം നൽകുന്നു. അതോടൊപ്പം തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നാവികസേനയുടെ ഉപരോധം ഉടനടി തന്നെ നീക്കം ചെയ്യാൻ ഉത്തരവിടുകയും ചെയ്യുന്നതായി തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ലോകത്തിലെ കപ്പലുകളെ നിങ്ങൾ എഞ്ചിനുകൾ പ്രവർത്തിച്ചു തുടങ്ങിക്കോളൂ, എണ്ണയുടെ പ്രവാഹമാകട്ടെ ഇനി മുതൽ എന്നതായിരുന്നു ട്രംപ് അറിയിച്ചത്. അതേസമയം ജൂൺ 19 അവിടെ സ്വിറ്റ്സർലാൻഡിൽ വെച്ച് സമാധാന കരാർ ഒപ്പിടുമെന്നതാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ മധ്യസ്ഥത വഹിക്കുന്ന പാകിസ്ഥാന്റെ പ്രഖ്യാപനം. എന്നാൽ ഈ ഒരു കാലയളവിൽ, അതായത് ഇന്ന് ജൂൺ 15 ഇനിയും ദിവസങ്ങൾ ഏറെയാണ് കിടക്കുന്നത്. ജൂൺ 19 വരെ ഇവിടെ ഇറാനും യുഎസും അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നോ യാതൊരു വിധത്തിലുമുള്ള ആക്രമണങ്ങൾ ഉണ്ടാകില്ല എന്ന ഒരു മുൻവിധിയോട് കൂടിയിട്ടാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ഇത്തരമൊരു പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുന്നത്. ലെബനൻ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലെയും സൈനിക നടപടികൾ ഉടനടി അവസാനിപ്പിക്കണമെന്നും ഇരുപക്ഷവും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നതായിരുന്നു പാക് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ ഈ വർഷം ഫെബ്രുവരി 28 യുഎസും ഇസ്രായേലും സംയുക്തമായി തന്നെ ഇറാനെ ആക്രമിച്ചതിന് പിന്നാലെ തുടങ്ങിയ സംഘർഷത്തിൽ ആയിരങ്ങളാണ് കൊല്ലപ്പെട്ടത്. ഇതിലേറെയും ഇറാനിലും ലെബനനിലുമായിട്ടാണ് ഈ ആക്രമണങ്ങളും കൊല്ലപ്പെടലും നടന്നിരിക്കുന്നത്. അടിക്ക് തിരിച്ചടി എന്നോണം തന്നെ ഇസ്രായേലും ഗൾഫ് മേഖലയിലെ യുഎസിന്റെ സൈനിക താവളങ്ങൾക്കും നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളിലും വ്യാപകമായ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത്. ഇതിന് പിന്നാലെ തന്നെ ആഗോളതലത്തിൽ അവിടെ സമുദ്രമാർഗമായുള്ള എണ്ണക്കടത്തിന്റെ ഏകദേശം 20 മുതൽ 25% നടക്കുന്ന ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടുകൂടി തന്നെ എണ്ണ വില പോലും കുതിച്ചുയരുകയാണ് ചെയ്തത്. തുടർന്ന് US നാവികസേന ഇറാൻ തുറമുഖങ്ങളിൽ ഉപരോധം ഏർപ്പെടുത്തിയ സാഹചര്യം വളരെയധികം വഷളാകുകയും അല്ലെങ്കിൽ ആ സാഹചര്യം കൂടുതൽ വഷളാക്കാൻ ഇടയാക്കുകയാണ് ഉണ്ടായത്. എണ്ണ വിലയിൽ ഇടിവ് ഉണ്ടാകുമെന്നും ഇവിടെ വ്യക്തമാവുകയാണ്. ഇരു രാജ്യങ്ങളും സമാധാന കരാറിലെ ധാരണയിലേക്ക് എത്തിയെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ ഇവിടെ ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 4% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബ്രാൻഡ് ക്രൂഡ് ഓയിൽ വിലയാകട്ടെ $3.51 കുറഞ്ഞ് ബാരലിന് $83.82 താഴുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ യുദ്ധം ഏറെക്കുറെ അവസാനിച്ചു അല്ലെങ്കിൽ പൂർണ്ണമായും അവസാനിക്കുന്നു എന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമ്പോഴും ഇവിടെ ഒരു ചോദ്യം മാത്രം ബാക്കിയാവുകയാണ്. ഇനി എന്ത്, അല്ലെങ്കിൽ ഇറാന്റെ ഭാഗത്ത് നിന്നും അവർ ഒരു വിരൽ അനക്കിയാൽ ഇവിടെ വലിയ രീതിയിലുള്ള ആക്രമണം നടക്കുമോ എന്ന ചോദ്യം ഇവിടെ നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാഗത്ത് നിന്നും അദ്ദേഹം തയ്യാറാക്കിയിരിക്കുന്ന പദ്ധതികൾ ഓരോന്നായി തന്നെ ഈ വരും ദിവസങ്ങളിൽ അദ്ദേഹം ആവിഷ്കരിക്കുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടതും.
ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.